ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 4ാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസയിലെ അഹ്കാമു തജ്വീദിലെ അദ്ദർസ് റാബി അഷ്റ 14ാമത്തെ പാഠം അൽ മദ്ദുൽ മുതതരിഫ്. എന്താണ് ഇവിടെ മദ്ദുൽ മുതതരിഫ്? അസ്ലിയായ മദ് പോലെ ഒരലിഫിൻ്റെ കതിർ നീട്ടി വഖഫിൻ്റെ ചെയ്യുന്ന അവസരത്തിൽ വരുന്ന മദ്ദാണ്. കൂടുതൽ മനസ്സിലാക്കാം, പാഠത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മദ്ദുൽ മുതതരിഫ്. അപ്പോൾ മദ്ദുൽ മുതതരിഫിനെ കുറിച്ച് മനസ്സിലാക്കാം. ഇവിടെ കുറച്ച് ആയത്തുകൾ തന്നിട്ട് നമുക്ക് താഴെ വായിച്ചിട്ട് അതൊന്ന് മനസ്സിലാക്കാം. മുകളിലെ ആയത്തുകളുടെ അവസാനം ശ്രദ്ധിച്ചില്ലേ? അസ്ലിയായ മദ്ദിലാണ് ഇവിടെയെല്ലാം വഖഫ് ചെയ്തത്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അസ്ലിയായ മദ്ദിൻ്റെ കതിറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം വരാനും പാടില്ല. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം അത് നമ്മൾ വഖഫ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ അലിഫ്, വാവ്, യാ ഒക്കെ വരാം വഖഫ് ചെയ്യുമ്പോൾ. അപ്പം നമുക്കവിടെ സിൽസാലഹ എന്ന് അലിഫിലേക്ക് വഖഫ് ചെയ്യാം. അപ്പോൾ ഇവിടെ അസ്ലിയായ മദ് പറഞ്ഞാൽ ഒരലിഫിൻ്റെ കതിർ 2 ഹർക്കത്ത് ആണ് നീട്ടേണ്ടത്. അപ്പോൾ അവിടെ അസ്ലിയായ മദ്ദിൻ്റെ കതിറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. സിൽസാലഹ അങ്ങനെ നിർത്തരുത്. സിൽസാലഹ അങ്ങനെ കൂടുതലും നീട്ടരുത്, മനസ്സിലാക്കുക. ലൊബ്ഹ, അപ്പോൾ ഇവിടെ ലൊബ്ഹൻ എന്നൊന്നും പറഞ്ഞ് ചുരുക്കി നിർത്തരുത്. ലൊബ്ഹ എന്ന് പറഞ്ഞ് കൂട്ടരുത്. വമാക്കല, മനസ്സിലാക്കുക. വഅ്ബുദു ലിദിക്രി ലിനഫ്സി എന്നൊക്കെ വഖഫ് ചെയ്യുമ്പം വരുന്ന മദ്ദാണ്. അപ്പോൾ ഇവിടെ ഇതിൽ എക്സാമിന് വരാം. സിൽസാലഹ എന്നതിൽ വഖഫ് ചെയ്യുമ്പോൾ വന്ന മദ് സിൽസാലഹ എന്നതിൽ വഖഫ് ചെയ്തത് എങ്ങനെ എന്നൊക്കെ ചോദ്യം വരാം അവിടെ. അപ്പോൾ നമുക്ക് അസ്ലിയായ മദ്ദിലാണ് ഇവിടെ വഖഫ് ചെയ്തത് എന്നേതാ? മദ്ദുൽ മുതതരിഫ് എന്നൊക്കെ ഓപ്ഷൻ വരും. എന്തൊക്കെ വരാം? വഅ്ബുദു, ഐനൈൻ, തജ്രിയാൻ എന്നൊക്കെ നമുക്ക് ഓപ്ഷൻ തരും. അപ്പോൾ അവിടെ വഅ്ബുദു എന്ന ഇതിലാണ് നമ്മൾ മദ്ദുൽ മുതതരിഫുൽ അസ്ലിയായ മദ് കൊണ്ട് വഖഫ് ചെയ്തത്. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ എന്താണ് അടയാളപ്പെടുത്തുക? അസ്ലിയായ മദ്ദിൽ ഇതേപോലെ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? ചോദ്യം വരാം. അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? അസ്ലിയായ മദ്ദിൻ്റെ കതിറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം പുറത്തു വരാനും പാടില്ല. അപ്പോൾ അത് മനസ്സിലാക്കുക. പിന്നെ മദ്ദുൽ മുതതരിഫിനെ കുറിച്ചിട്ട് അവസാനം 5 വരി കുറയാതെ എഴുതാൻ വേണ്ടിയിട്ടുള്ള ചോദ്യമായിട്ട് വരാം. അപ്പോൾ ഇത് മുഴുവനായിട്ട് എഴുതുക, ഉദാഹരണങ്ങളൊക്കെ എഴുതി വെക്കുക, മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ പാഠത്തിൽ മനസ്സിലാക്കേണ്ടത്. പിന്നെ ഇവിടെ തഹ്സീസ് വന്നത് എന്താണ്? സൂറത്തു ദുഹാൻ ജാഷിയയും അത് മദ്ദുകളൊക്കെ മനസ്സിലാക്കിയിട്ട് ഓതാനാണ്. ഓഷിയ ദിക്ർ അതൊക്കെ ഹിഫ്ലിനുള്ളതും വന്നത്. അപ്പോൾ നമ്മൾ മുമ്പ് സൂറത്തിലൊക്കെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് ഒന്നും കൂടെ ഓർത്തെടുക്കാം. നമുക്ക് ഇതിൻ്റെ ദഫ്തർ തോലിപ്പ് നോക്കാം. എന്താണ് വർക്കിൽ വന്നത്? മുൻഷിദ് ബൈത്ത് വരുന്നുണ്ട് ആദ്യം അല്ലേ? എന്താണ്? അലിഫിൽ വഖഫ് ചെയ്യുന്ന പക്ഷം ഓർക്കണം, അറിയാതെ ഹാ വരുന്നതും ശ്രദ്ധിക്കണം. ഇരുചുണ്ടുകൾ ഉടൻ പൂട്ടിയാൽ മീമും വരും, വല്ലാതെ നീളുന്നോ അതും ഒഴിവാക്കണം. മനസ്സിലാക്കുക. എന്താണ് അടുത്തത്? താഴെ തന്ന ആയത്തിൽ മദ്ദുകൾ മനസ്സിലാക്കി അടയാളപ്പെടുത്താനാണ്. ഒക്കെ വഖഫ് ചെയ്യുന്ന സ്ഥലത്താണ് വരിക. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. ഊല,
മൂസ, സദരി, അംരി, ലിസാനി, കൗലി. അപ്പോൾ ഇവിടെ വഖഫ് ഹുവ എന്ന് പറഞ്ഞ് വഖഫ് ഇല്ല, സീലാണ്, ചേർത്തി ഓതലാണ് നല്ലത്. എന്നാലും ഇവിടെ നമുക്കിപ്പോൾ തന്നത് അടിസ്ഥാനത്തിൽ നമ്മൾ ഇല്ലാഹു എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ വഖഫ് ചെയ്യേണ്ടത്, മനസ്സിലാക്കുക. അടുത്തതാ ഇവിടെയും അത് തന്നെയാണ്, ഇല്ലാഹു, കസബു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഹവാ, അവ, ഹവ, യൂഹ, കുവ, ഫസ്തവ, അഅല, മിൻ അഹ്ലി, അഖി, അസ്രി, അംരി, കസീറ, ബസീറ. അപ്പോൾ ഞാൻ ആയത്ത് മുഴുവനായിട്ട് ഓതി വീഡിയോ ഒരുപാട് ലോങ് ആക്കണില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒക്കെ നടയാപ്പെടുത്തി തരികയാണ്. ഇനി നുജ്ബ് ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ്. അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് നമ്മളിവിടെ അടയാളപ്പെടുത്തിച്ചിട്ടുണ്ട്. അസ്ലിയായ മദ്ദിൻ്റെ ഖദറിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. അവസാനത്തിൽ മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം വരാനും പാടില്ല. അതാണ് അസ്ലിയായ മദ്ദിൽ വഖഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മനസ്സിലാക്കുക. അപ്പോൾ ഇത്രയാണ് 14ാമത്തെ പാഠമായ മദ്ദുൽ മുത്തതരിഫ് എന്ന ഈ പാഠത്തിൽ വരുന്നത്, മനസ്സിലാക്കുക. അസ്ലിയായ മദ്ദ് വഖഫ് ചെയ്യുന്നത് കാരണമാണ് ഇത് വരുന്നത്. അപ്പോൾ വഖഫിൻ്റെ സ്ഥലങ്ങളിലൊക്കെ ഒരു അലിഫിൻ്റെ ഖദർ നീട്ടിയാണ് വഖഫ് ചെയ്യേണ്ടത്. അസ്ലിയായ മദ്ദിനേക്കാൾ കൂടുകയോ കുറയുകയോ ചെയ്യരുത്. മീമിൻ്റെയോ ഹാഇൻ്റെയോ ശബ്ദം പുറത്തു വരാനും പാടില്ല. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.